നമ്മുടെ തായ്ലൻഡ് സീരീസിന്റെ ഫൈനൽ പാർട്ടാണിത്. ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി കവർ ചെയ്യാൻ പോണത് പട്ടായ പോലുള്ള ഫുഡ് ഹണ്ടിങ്ങും പിന്നെ ഷോപ്പിങ്ങും കുറച്ച് ഫൺ പരിപാടിയും പിന്നെ കുറച്ച് നല്ല റിസ്കി പരിപാടിയും പിടിച്ചിട്ടുണ്ട്. രണ്ടാമത് പോയാൽ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു. ഒരു പേരല്ലേ 10 എണ്ണമൊക്കെ കൂടുതലാണ്. അവൻ 9 എണ്ണം മതി. അതിനോടൊപ്പം നമ്മൾ പട്ടായയിലെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്ത് മസാജ് എടുത്ത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ അവിടെ ബാൻഡ് ആയിട്ടുള്ള ദുരിയൻ ഫ്രൂട്ട് ട്രൈ ചെയ്ത് നോക്കി. അതേപോലെ തന്നെ അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് എടുത്ത് അങ്ങനെ ഇഷ്ടം പോലെ പരിപാടികൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പാക്കേജ് എടുത്ത് പോകണോ നല്ലതെന്നും അതുപോലെ അവിടുത്തെ സ്കാമുകളിൽ എങ്ങനെ പെടാതിരിക്കാമെന്നും നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുതരാം. പിന്നെ ഇതിന്റെ പ്രീവിയസ് പാർട്ടുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് കണ്ടു നോക്കാം. ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് നിങ്ങൾ എന്തായാലും തേർഡ് പാർട്ട് ഒന്ന് കണ്ടു നോക്കോ. കാരണം നമ്മൾ ഇതുവരെ ആരും തായ്ലൻഡിൽ ചെയ്യാത്ത മൂർക്കം പാമ്പിനെ നമ്മൾ പീസാക്കി കഴിച്ചു നോക്കുന്ന വീഡിയോ ആണ്. താല്പര്യമുള്ളവർ കണ്ടു നോക്കും. നമ്മുടെ ട്രിപ്പിന്റെ 4ാം ദിവസം ഈ പറഞ്ഞ പരിപാടിക്ക് ശേഷം നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം സ്ക്രീനിൽ Which film it was? Do you know the film name? പുള്ളി പറഞ്ഞത് പണ്ട് ദിലീപോടെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പൊ ആളായിരുന്ന ഡ്രൈവർ. Dilip is a friend of us. We know each other, Dilip. മനസ്സിലായി. അവിടുത്തെ തള്ളും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ 5 1 ഇപ്പോഴും കാണാം. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് മനുവാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തത്. അതുകൊണ്ട് 8:30 ക്ലോസ് ചെയ്യണ പ്ലാറ്റിനം മാളിൽ നമ്മൾ 9:30 ആയി. അതുകൊണ്ട് പിന്നെ അതിന്റെ പരിസര പ്രദേശത്ത് ഷോപ്പ് ചെയ്യും. He is from a poor family. Please give him. Please. He is very poor. He is very rich. He is ultra rich. He will buy this entire shop if he comes. But he is very poor. Only 50 cent net കാക്കാനാണ്. അത് കഴിഞ്ഞത് ഈ സാധനം മേടിച്ചിട്ട് അവിടുത്തെ ഫേമസ് അല്ല അമ്മാമ കൊണ്ടുപോയി കൊടുക്കണം. നമസ്കാരം. 40 baht. 40 baht. Okay. You know everything. Oh my God. Where have you been to Kerala? No, we have many friends, many customers. Who will buy this, brother? Some customers they take because they Any Malayali bought this thing? they're taking the small one only. They have taken the small one only. They can. Is there any buy one get one offer? And sisters. Burma and we are from So no discount, but no discount. But she is giving so much love. ഇത് ഒരു വളരെ നല്ല മാർക്കറ്റാണ്. ഇതുവരെ മേടിച്ചത് വെച്ചിട്ട് നമ്മൾ ഈ ഷോപ്പിംഗ് ഒന്നും അധികം അന്വേഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് കുറവ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ദ അംബാനി ഓഫ് Kerala. Is very rich. 4 wives he have. 4 wives. Oh, very rich. Oh my God. എടാ അച്ഛനെ എന്ത് മേടിച്ചു കൊടുക്കുന്നു ഒരു ഐഡിയ ഇല്ല. കൊറേ ആയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്തെങ്കിലും പുള്ളി അങ്ങനെ മേടിക്കണോ? അത് കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള ഒരു സ്ട്രീറ്റിൽ പോയി. അവിടെ ദൂരിയൻ ഫ്രൂട്ട് ഇത് ഇവിടുത്തെ ഹോട്ടൽസിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവം കയറ്റാൻ പാടില്ല. ഇത് കയറ്റി കഴിഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യൻ മണി 15,000 രൂപ ഫൈൻ കൊടുക്കണം. 150 ബാത്തിന് 2 എണ്ണമാണ് പറഞ്ഞത്. ഞാൻ ബാർഗെയിൻ ചെയ്ത് 50 ബാത്തിന് ഒരെണ്ണം വേണം. അവർ പറയുന്നത് ഇതിന് ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. ഞാനും കണ്ടിട്ടുണ്ട് പല യൂട്യൂബേഴ്സ് ഇത് ഭയങ്കര വിഷയമാണെന്നും പറഞ്ഞ വീഡിയോ. അവൻ പറഞ്ഞ ഭയങ്കര സ്മെല്ലാണെന്ന്. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫിലിപ്പീൻസുകാരനെ വിളിച്ച് മണപ്പിച്ചെടുത്തോ. പുള്ളി പറഞ്ഞു ആക്ച്വലി നല്ല ടേസ്റ്റും ഉണ്ട്. ഒരു ചക്കയുടെ ഒക്കെ സിമിലർ ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. സ്മെല്ലുണ്ട്, പക്ഷെ എനിക്ക് അത്ര സ്ട്രോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇവന് നമ്മൾ 50 ബാത്ത് ടിപ്പായിട്ടും കൊടുത്തിട്ട് ടോട്ടൽ 100 ബാത്ത്. എല്ലാ ഹോട്ടലിൽ പോയാലും ഈ സംഭവം അടിച്ചു വരണം. അതെന്റെ ഒരു ശീലമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്നു. ഒരൊറ്റ ദിവസം പോലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. കാരണം ഇന്ന് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് എന്നാലും ഇത്രയൊക്കെ തിന്ന് തീർത്തട്ട. ഇന്നൊരു മരണപ്പാച്ചിലാണ്. ഡ്രൈവർ പറപ്പിച്ച് വിടാം. 144 മിനിറ്റ് ആണ് കാണിക്കണം. 90 മിനിറ്റിലെത്തണം. 50 മിനിറ്റ് മുന്നേ നമ്മൾ എത്തണം. നമ്മളെ കണ്ട് പഠിക്കരുത്. മറ്റുള്ളവരുടെ നിർഭാഗ്യവും നമ്മുടെ ഭാഗ്യവും കാരണം കോർലൈലൻഡ് പ്ലാൻ ക്യാൻസൽ ആയി വെതർ ഇഷ്യൂ കാരണം. എന്നിട്ട് അത് പോസ്റ്റ്പോൺ ആക്കി. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് 2 കാര്യം പറയാനുള്ളത്. ഒന്ന്, നാച്ചുറൽ കോസസ് കാരണം പ്ലാൻസ് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു പ്ലാൻ ബി കരുതണം. അത് ഏത് ട്രിപ്പിന് പോകുമ്പോഴും. 2, ഓൾവേസ് ബി ഓൺ ടൈം. സ്പീഡ് ബോട്ടിലൊക്കെ നല്ലോണം ഷെയ്ക്കൊക്കെ അറിയാം. പക്ഷെ ഈ ഒരു സംഭവം ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് കടലിലാണ് ഇട്ടേക്കണം. പക്ഷെ ഇത്
ഒട്ടും ഒരു തരി പോലും ഷേക്കിംഗ് അറിയില്ല. ഇവിടെ നിന്ന് നമ്മളെ കോറലൈനിലോട്ട് ഉണ്ടാവും. അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത് ഞാൻ തൽക്കാലം ചെയ്യണില്ല. അന്ന് നമ്മള് മുകളിൽ പോയി കേക്കൊക്കെ മുറിച്ചതാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇത് എടുക്കണില്ല. പിന്നെ ബനാന ബോട്ട്, പിന്നെ എന്താ പറയാ സ്പീഡ് റൈഡ്, ആ വക സംഭവം ജെറ്റ് സ്കി, അതൊന്നും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കണില്ല. ഇവൻ എടുക്കണത്, ഇവൻ പാരസൈലിംഗ് എടുക്കണ്ട്. എന്ന് വെച്ചാൽ ഇവന് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അവൻ കോണിയമ്മ കയറി തലയിറങ്ങി വീണ ഒരാഴ്ച മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അവനാണ് ഇത് എടുക്കാൻ പോണത്. അപ്പൊ ഇതൊരു ഭയങ്കര മൊമെന്റ് ആയിരിക്കും. നിനക്ക് ഹൈറ്റ് പേടിയില്ലടാ? 100% this is my guarantee. ഈ പുള്ളി ഇത്രയും കോൺഫിഡൻസോടെ പറഞ്ഞപ്പോഴാണ് ഈ അണ്ടർ വാട്ടർ വാക്ക് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി എടുത്തത്. ഞാൻ വിചാരിച്ച അത്യാവശ്യം ഭയങ്കര ഒരു കിടിലം പരിപാടി ആയിരിക്കുന്നതാണ്. ഏതാണ് 4000 രൂപ എടുത്തിട്ടാണ് ഈ പരിപാടി എടുത്തത്. പക്ഷെ ഇത് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ചുമ്മാ ഒരു ഇച്ചിരി ദൂരം ഇങ്ങനെ നടത്തും ആ കടലിന്റെ അടിയിൽ കൂടി. ആ ഒരു മാസ്ക് പോലത്തെ സാധനം വെക്കണതൊക്കെ ഒരു രസം ഉണ്ടെന്നുള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. സ്കൂബ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് കോറൽ ഐലൻഡ്. മോനെ നീല ഇത് ബുക്കറ്റോലൊക്കെ തന്നെ ഉണ്ടല്ലോ. കിട്ടില്ല, നല്ല നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പൊ ആക്ച്വലി ഇവിടെ സ്റ്റേ ചെയ്യാനാണ് നല്ലത്. ഈ ബനാന റൈഡും സംഭവങ്ങളൊക്കെ എടുക്കാതിരിക്കണേ നല്ലത്. അപ്പൊ അത്രയും ടൈം എക്സ്ട്രാ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ബൈ ദ വേ, ഇത് കോറൽ ഐലൻഡ് അല്ലായിരുന്നു ഗൈസ്. ഞാനത് ഇവിടെ വന്നതിന് ശേഷമാണ് അറിയണത്. അവിടെ സീ ഇഷ്യൂസ് ഉള്ള കാരണം ഇവിടേക്ക് മാറ്റിയതാണ്. ഇതേപോലെ ഒരു 500 പേര് ഇവിടെ വന്നാലും ഇവിടെ ഇനി കോറലൊന്നും കാണൂല. പിന്നെ നമ്മൾ അവിടെ കണ്ട കുറച്ച് മലയാളി പിള്ളേർക്ക് ചലഞ്ച് സെന്റൻസ് പറയിപ്പിക്കണം. 5 മിനിറ്റ് സമയം 5 പേരെ കൊണ്ട് പറയിപ്പിച്ച 500 പേര്. ഡയലോഗ് എന്താന്ന് വെച്ചാല് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനത് ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കാം. അങ്ങനെ അവിടുത്തെ ചലഞ്ചും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ലാൻഡിലോട്ട് ലാൻഡ് ചെയ്ത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം. ഇത് 100 ബാത്തെന്ന് വെച്ചാൽ 200 ചില്ലാൻ കൊടുത്തപ്പോൾ ഇത്രയും സാധനം അവർ തന്നാറുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. ഇവിടെ വന്നപ്പോൾ അത്ര ടേസ്റ്റ് തോന്നിയില്ല. ബാർഗെയിൻ ചെയ്താൽ വില കുറച്ച് കിട്ടിയാനേ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. തീറ്റയുടെ കാര്യത്തിൽ പിന്നെ ഞാൻ അറിയാലോ, ലാഭം നോക്കാറില്ല. He is the tortoise from Kerala. He walks very slow, like. ഇന്ത്യൻ ബുഫേ കോംപ്ലിമെന്ററി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് താല്പര്യം ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ദ ബെസ്റ്റ് രസം ഐ ഹാവ് എവർ ഹാഡ് ഇൻ മൈ ലൈഫ് ഈസ് ഫ്രം തായ്ലൻഡ്. വെള്ളത്തില് മുക്കാൻ പോയത് എന്താണെന്ന് അറിയാൻ പാടില്ല. 5 ദിവസമായിട്ട് ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലോണം ഒന്ന് നീന്തി കുളിച്ച ക്ഷീണമൊക്കെ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും റൂമിൽ പോയിട്ട് ഒന്ന് കുറച്ചു നേരം കിടന്നുറങ്ങി സമാധാനമായിട്ടാണ് പട്ടായ പോയത്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷെ വാല്യുബിൾസ് കളക്ട് ചെയ്തതിന് ശേഷം നേരെ പട്ടായ പോയി. സെൻട്രൽ പട്ടായയിലൊന്ന് കയറി. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയൊരു മാള്. ഇപ്പൊ ഇവൻ എന്നോട് പറഞ്ഞത് ഇവിടെ അടിപൊളിയാണ്. പട്ടായനെ പറ്റി ഉണ്ടായ എന്റെ കുറച്ച് തിരിച്ചറിവുകളാണ്. ബോറടിക്കണ്ടെങ്കിൽ 1 മിനിറ്റ് സ്കിപ്പ് ചെയ്തോട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ മൊത്തം പാർട്ടി എന്ന് പറഞ്ഞ സ്കാം ആയിരിക്കും, നമ്മളെ അവര് ഓരോന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല വൈബാണെന്ന് വെച്ചാൽ നമ്മള് ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ട് കാണുന്നവരോടൊക്കെ സംസാരിച്ച്. പിന്നെ ശരിക്കും പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കണ വഴിക്ക് 10 പൈസ കൊടുക്കണ്ട. ഓരോരുത്തന്മാരെ വന്നിട്ട് പറയും, സാർ ഒരു പാർട്ടി ഉണ്ട്, കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കയറിയാൽ മതി. അപ്പൊ നമ്മൾ അടിക്കാത്തോണ്ട് ഡ്രിങ്ക് മേടിച്ചില്ല. ഡിസ്കസ് ചെയ്തിട്ട് പോരും. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് പിന്നെ വേറെ 1-2 പാർട്ടി അറ്റൻഡ് ചെയ്ത്. അത് അടിപൊളിയായിരുന്നു. ശരിയാണ്, അടിപൊളി. നമ്മള് ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യണം ഇവരുടെ പഠിക്കണം. ഇപ്പൊ മസാജ് സെന്റർ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ എല്ലായിടത്തും മസാജ് ഉണ്ട്, പാർട്ടി ഉണ്ട്, ബാർ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഒരു മസാജ് എടുക്കണം. ഞാൻ ഇപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഏറ്റവും നല്ലൊരു മസാജ് ബന്ധുട്ടാണ് പഴം. അപ്പൊ സിക്കി മാംഗോ റൈസ് കഴിക്കണോടാ, നമുക്ക് കഴിക്കാം. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേറ്റാണ് സിക്കി മാംഗോ റൈസ്. 100 ബാത്താണ് കൊടുത്തത്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കോട്ടെ. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ക്ലിപ്പ് വരുമ്പോൾ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ എല്ലാം കട്ട് ഷോട്ട് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മസാജ് പാർലേഴ്സ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം കയറാം. നമ്മളൊരു 4 സ്ഥലത്ത് പോയി ചോദിച്ചിട്ട് റേറ്റ് ഒക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ട് കിട്ടുന്ന സ്ഥലം നോക്കി 100 ബാത്ത്. അപ്പൊ ഇത് ഫുൾ ബോഡി മസാജാണ് എടുത്തത്. അടിപൊളി സംഭവം എന്ന് വെച്ചാൽ നടുവൊക്കെ വേദന എടുത്തിരിക്കുകയായിരുന്നു. നടുവൊക്കെ മറ്റേ ബാമൊക്കെ ഇട്ടിട്ട് വേറെ ലെവൽ സാധനം. ശരിക്കും ഡെയിലി ചെയ്യാറുണ്ട് തോന്നുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് മസാജ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ സ്കാമിലൊക്കെ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടും മെയിൻ സ്ട്രീറ്റിനോട് ചേർന്നിട്ടുള്ള ഗ്ലാസ് സ്റ്റോർ ഒക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും എടുത്താൽ മതി. പിന്നെ നിങ്ങൾ തായ്ലൻഡിൽ വരുമ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് കാണാൻ പോകുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ പേര് പറയുമ്പോൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ കിട്ടുമെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് അത് പറയാത്തത്. ഞാൻ ഈ സാധനം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ചാനൽ ഇത് പ്രൊമോട്ടും ചെയ്യണില്ല. പക്ഷെ ഇവിടെ കണ്ടത് വെച്ചിട്ട് ഒരു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾഡ് യൂസേജ് ഇവിടെ നടക്കണുള്ളൂ. കാരണം നമ്മളതനുസരിച്ച് ഇവിടെ ഒരു ഭയങ്കര വയലൻസോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ യൂസ് ചെയ്യുന്നവരൊന്നും ശ്രദ്ധിക്കുക. കാരണം ഇതിന് ഇൻഷുറൻസ് കവറേജ് ഒന്നും കിട്ടില്ല. ഇതൊക്കെ വലിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ. The famous Parking Street.
എനിക്ക് പേഴ്സണലി ഫുക്കറിന്റെ അത്രയും സെറ്റപ്പ് ആയിട്ട് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് തോന്നിയില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി, പിന്നെ അവിടെ കണ്ട കാഴ്ചകൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. ഫുഡ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എത്തിയപ്പോൾ പട്ടായയിലെ ഫുഡ് സ്ട്രീറ്റ് അടച്ച്, എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇവനാണ് ലേറ്റ് ആക്കിയത്. അതുകൊണ്ട് ഞാൻ ഇവനെ തെറി പറഞ്ഞിട്ട് ഒരു കണക്കിനൊരു ഫുഡ് സ്ട്രീറ്റ് കണ്ടുപിടിച്ച് ഞാൻ എന്തോരം ഓടിയെന്നറിയോ. അവിടുന്ന് കഴിച്ചതിൽ വെച്ചിട്ട് ഈ കൊക്കൂൺ ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു. വലിയ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പുഴു അത് നല്ല ടേസ്റ്റാണ്. നല്ല ബട്ടർ വായിലിട്ട് അലിഞ്ഞോ ഒരു സാധനം വരുന്നിട്ടാ. ഇത് പിന്നെ ചീവീടാണ് പാറ്റയാണെന്ന് ചെറിയൊരു സംശയമുണ്ട്. ഈ സാധനം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കാങ്ങോട് നൈസ് അല്ലേ, ടേസ്റ്റ് അല്ലേ. പിന്നെ നമ്മൾ തേളിനെയും തവളിനെയും കഴിച്ച് വേറെയും കുഞ്ഞു കുഞ്ഞു ജീവികൾ ഉണ്ടായിരുന്നു. പിന്നെ പല്ലിനെ ചോദിച്ചപ്പോ അവിടെ ഇല്ല. പല്ലിയുടെ ഫോട്ടോ എടുത്തപ്പോ അവരെന്നോട് ചോദിക്കണ് നിങ്ങൾ തിന്നോ, അവര് ചോദിക്കണം എന്നോട് ഇതൊക്കെ ആരെങ്കിലും തിന്നോന്ന്. ഇവിടെ ഇല്ല. Here no? Why? I have seen. No. I will eat everything except human. One life, eat everything. Live to eat. Say read this. Live to eat. Live to eat. It means eat and die. വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടും പിന്നെ ഒരുപാട് പേർക്ക് ഒന്നും ഇഷ്ടപ്പെടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ടും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയ ഫുഡ് ടോപ്പിക് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇട്ടേക്കാട്ടെ ഷോർട്സ് ആയിട്ട്. പിന്നെ ഇവന്റെ ചാനൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്റെ ഒപ്പം സെൽഫി ഒക്കെ എടുത്തറാ. തായ്ലൻഡിലെ ഫോളോവേഴ്സ് ആണ് മൊത്തം. വെറും 6 ദിവസത്തെ വീഡിയോസ് ആണ് ഈ കാണുന്നത്. 255 GB. ഇത് കംപ്ലീറ്റ് ആക്കാൻ പോലും പറ്റില്ല വീഡിയോ. ബാക്കി അതിലെടുക്കാം. പുള്ളിക്കാരി സ്നേക്ക് മീറ്റ് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ നിർബന്ധിക്കലാണ് ആ കാണുന്നത്. KFC-ക്കും ഡൊമിനോസിനും ബർഗർ കിങ്ങിനും ഒന്നും ബീഫിന്റെ ഐറ്റംസ് ഇല്ല ഇന്ത്യയില്. നല്ല വില ഉണ്ടല്ലോ കൊണ്ടാലോ. ബോഡി മസാജ് എടുക്കാൻ പോയിട്ടുണ്ട്. ഞാനിപ്പോ ഫുഡ് മസാജ് എടുക്കാൻ കാലുമൊക്കെ ചെരുപ്പിന്റെ പാടായി. എന്തായാലും അത് എടുക്കും നമ്മള്. എങ്ങനെയുണ്ട്? സെറ്റായിരുന്ന ഈ പുള്ളിക്കാരിയാണോ? മണു ഫ്രം കേരള. പുള്ളി സ്കൈ ഡൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ വെറും തായ് മസാജ് ഒക്കെയാണ് എടുത്തത്. പുള്ളി സ്കൈ ഡൈവ് ചെയ്താണ് വന്നതാണ്. എങ്ങനെയുണ്ട്? അതിനിടക്കൊക്കെ ഇരുന്ന് മുടി ശരിയാക്കിയാണ്. കണ്ണട വെക്കണമെന്ന് രാവിലെ എണീറ്റ് പോയതല്ലേ. ഓ നൈസാണല്ലോ വ്യൂ ഒക്കെ. ഓ സെറ്റ് വ്യൂ ആണ്ട. നൈസായിട്ട് വീഡിയോ എടുത്ത് തരണ മാതിരി. ഓ പൊള്ളി. അപ്പൊ 38 സംതിങ് വന്നിട്ടുണ്ട്. 18. അല്ല ഇവര് കൊടുക്കുന്ന ഡിസിപ്ലിൻ എന്ന് വെച്ചാല് എന്ത് മനുഷ്യരാണ് ശിവന്മാര് 7 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് പൊതുവെ ശീലം. അവിടെ നിന്ന് നേരെ നമ്മൾ ടൈഗർ ടോപ്പിയിലോട്ടാണ് പോയത്. ശരിക്കും ടൈഗർ അല്ലാണ്ട് പിന്നെ പാവടൊപ്പം ഏത് 9000 വേണ്ട ഇത് കുടുംബം വിറ്റിട്ട് വരാം. ടൈഗറിനെ എന്തോ മേത്തേറ്റി എടുത്താനായിട്ട് ചെല്ലടാ. പേടിക്കല്ലേ. എന്ത് ഇങ്ങനെ പേടിക്കലടാ. പുള്ളി പൂച്ചനെ കളിപ്പിക്കണോല്ലേ. ഇതുണ്ടല്ലോ ആ പുലി കുറച്ച് ഇടയണതാണ്. അവര് പറഞ്ഞിട്ട് കേൾക്കണില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ എന്റെ കയ്യിൽ മറ്റേ പോർക്കിന്റെയും ചിക്കന്റെ ഒക്കെ ഞാൻ ബർഗർ കഴിച്ചോണ്ട് അതിന്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഇച്ചിരി ഇതായതാണ്. അപ്പൊ അവര് പറഞ്ഞ നടപടിയാണല്ലോ, ഒന്ന് കറങ്ങി ഒന്നും കൂടി നമുക്ക് നോക്കാം. പുല്ലി വന്നിട്ട് അടുത്തോട് വന്നിട്ട് ഞാനാണെങ്കിൽ ചെറുതല്ലേ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോ കറക്റ്റ് ഒരു മാന്തി കിട്ടിയിരുന്നെങ്കി ടാറ്റു പണ്ടാറണങ്ങി. മറ്റേതുപോലെ വയസ്സായിട്ടില്ല. പുലി ഇച്ചിരി പായലുണ്ട്. അയ്യോ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പേടിച്ചില്ല. ഇവനായിരുന്നെങ്കിൽ ഇന്ന് ഇവനെ ആംബുലൻസിൽ കൊണ്ടുപോണ്ടി വന്നേ. പുലിയാണ് ഇളകിങ്ങാട് വന്നത്. എന്താണ് വല്ല പറയാണ്ട?
ഇനി അതിന്റെ അടുത്ത് തന്നെ നമ്മ വീണ്ടും പോണത്. പുലിയൊക്കെ റിസ്ക് അല്ലേ, അതുകൊണ്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് മുതലയുടെ വയലോട്ടാണ് പോകുന്നത്. അപ്പോ ഇപ്പൊ ഇവിടെ എന്തുണ്ടാവാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ക്രോക്കഡൈലിന്റെ വായലോട്ട് കൈയിടാൻ പോയത് കണ്ട. വലിയ ധൈര്യം ഉണ്ടെന്നൊക്കെയാണ് അവന്റെ വിചാരം. ഇത് പക്ഷെ നല്ല മീറ്റ് ഉണ്ട് ആക്ച്വലി. ഇത് ഇവർക്ക് മനസ്സിലാവണ്ടെന്നാവും. ദിസ് ഈസ് വെരി ഗുഡ് ടേസ്റ്റി. അപ്പോഴും തീറ്റയുടെ ജനം മാത്രമേ ഉള്ളൂ നാറി. വായിക്കാത്ത കൈയിടറാ, വായിക്കാത്ത കൈയിട്. ഇവൻ നേരത്തെ വയലൻ്റായ കുഞ്ഞു പുലിയുടെ അടുത്തോട്ട് രണ്ടാമത് പോയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പേരല്ലേ, 10 എണ്ണമൊക്കെ കൂടുതലാണ് അവന്. അവന് 9 എണ്ണം മതി അവൻ്റെ സ്വഭാവം വെച്ചിട്ട്. 9 പേരല്ല ആവാനുള്ള, പ്രാർത്ഥിക്കാനുള്ള ഒരു. ഞാനവിടെ കിടന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഓരോരോ ഡയലോഗ് പറയല്ലേ. ഓൾറെഡി വയലന്റ് ആയതാണ്, ഇനിയും വയലന്റ് ആവും, പണിയിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ കൂടുതൽ ഡയലോഗ് ഒന്നും പറഞ്ഞില്ല, ആക്ഷൻ മാത്രം ഇട്ടിട്ട് കുറച്ച് പാലൊക്കെ കൊടുത്തിങ്ങ് പോകുന്നു. അങ്ങനെ നടന്നിരുന്ന ജീവിയാണ് പാല് കൊടുത്ത് പറ്റിക്കണ. ഞങ്ങൾ ട്രിപ്പ് എടുത്ത് പോയത് ഒരു പാക്കേജും പിന്നെ പ്ലസ് നമ്മുടെ പ്ലാനിങ് കൂടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിത് എടുക്കാൻ കാരണം മുതലേനെ കട്ട് ചെയ്തുള്ള ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ സ്നേക്കിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ സ്നേക്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചെടുത്തതാണ്, അവർക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ക്രൊക്കോഡൈൽ അവർ നമുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് ട്രാവൽ സെറ്റ് ചെയ്തെന്ന് അവിടെ ചെന്ന് നമ്മൾ സംസാരിച്ചിട്ടാണ് എടുത്തത്. ഒബ്വിയസ്ലി ട്രാവൽ പാക്കേജ് എടുക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, പേഴ്സണലി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നിനെ പറ്റിയും വറി ചെയ്യേണ്ട. ജസ്റ്റ് പോയിട്ട് അവരുടെ ഒരു പാക്കേജ് അനുസരിച്ച് ഇങ്ങ് പോന്നാൽ മതി. അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാക്കേജ് എടുത്തു. അതെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം കസ്റ്റമൈസ് ചെയ്യണം, കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്കേജ് എടുത്ത് പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ടൈമിന്റെ ഒരു പ്രശ്നം വരും. പിന്നെ സത്യത്തിൽ ഇതിന് പാക്കേജ് എടുക്കേണ്ട കാര്യമില്ല. ഐലൻഡിൽ പോയി 4-5 ട്രാവൽ ഏജൻസിയുടെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് നോക്കാം. ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം, ഒരു ഹോസ്റ്റലിൽ താമസിക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. ദുരിയൻ ഫ്ലേവർ എല്ലാവരും കൊള്ളൂലാത്ത മണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ക്യാൻഡി കണ്ടപ്പോൾ അതെടുത്ത് എനിക്ക് കഴിക്കാനുള്ള ഒരു ബർഗർ. ഇത് ജസ്റ്റ് മാംഗോ ഫ്ലേവർ. നാട്ടിലേക്കും വളരെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു. അവിടെ കൊണ്ടുപോയി ടേസ്റ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് ഇടാം. പിന്നെ മെയിൻ ആയിട്ട് അധികം കൊടുക്കാതിരുന്നതിന്റെ കാരണം ലഗേജ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നീ നേരത്തെ നോക്കിയപ്പോഴും 10.5 ആയിരുന്നില്ലേ? നീ ബാഗ് കൂടെ ഉപേക്ഷിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഒരു കിറ്റിലിട്ട് എടുക്കും. 4 രൂപയുടെ ബാഗ് കൊണ്ട് വന്നേക്കാണ് 7 രൂപയുടെ ട്രിപ്പ് പോകാനായിട്ട്. നോക്കിയേ ഇവരെന്നെ ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉമ്മാരുടെ ഡ്രസ്സൊക്കെ എന്നെ കൊണ്ട് എടുത്ത് ഇടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. കാരണം വെയിറ്റ് കൂടെ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇവരെന്നെ വീണ്ടും കോലം മാറ്റി. ഒരു സ്ഥലത്ത് പോകുമ്പോ കറക്റ്റ് കിലോ ആയിട്ട് പോകണം. കണ്ട എന്നെല്ലാവരും കളിയാക്കലായിരുന്നു. ഞാൻ ആകെ 7 ജോക്കി എടുത്തു, അതിലും ഇനി ഒരെണ്ണം ഇടാൻ ബാക്കിയുണ്ട്. പിന്നെ 3 ഷോർട്സും ചില്ലറ പെരിയാനും കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്പൊ ഷോപ്പിംഗും കഴിഞ്ഞ് ഇനി ഇഷ്ടം പോലെ സ്ഥലമായിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണ്ട, ഞാൻ കൊണ്ടുവരാം. 7.1 ആ ബ്രഷ് എടുക്കുക, എന്തായാലും ഉപയോഗിക്കേണ്ടി വന്നില്ലല്ലോ. 7 പവർ ബാങ്ക് കാണും. അപ്പൊ ഞാൻ പവർ ബാങ്ക് ഉണ്ടായിരുന്നു ആദ്യം വെച്ച്. അപ്പൊ പറഞ്ഞു പവർ ബാങ്ക് അപ്പൊ ചെക്ക് ചെയ്തോട്ടെ ഞാൻ പറഞ്ഞ ചെക്ക് ചെയ്തോളാം. തുറന്നു നോക്കിട്ട് അടച്ച് പവർ ബാങ്ക് എടുത്ത് നോക്കാൻ മടിയുണ്ടായിട്ട് അതിലങ്ങോട്ട് കയറ്റി വിട്ട്. എന്തായാലും അവര് കണ്ടുപിടിച്ചു തരുമല്ലോ എന്ന് പറഞ്ഞിട്ട്. സമ്മതിക്കണം. ഇതൊക്കെയാണ് നമ്മള് എടി നീ എങ്ങനെ രക്ഷപ്പെടണ്ട് ഇവിടെ നിന്നൊക്കെ? ദൈവമേ, കൊറേ അവന്മാരിങ്ങനെ വലിയ ബാഗായിട്ട് വന്നിട്ടാണ് പ്രശ്നങ്ങൾ. ഇപ്പൊ ഇവിടെ ഒരു വേറെ പെങ്കൊച്ചൊന്നും തല്ലുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ബാഗേജ് പരിപാടി അത് അടയണില്ല ഡോറ്. കുറെ ആളുകൾ വലിയ ബാഗായിട്ട് വരും അല്ലേ? അപ്പൊ അത്ര ഉള്ളൂ 3 Idiots പട്ടായിക്കോയ കഥ. ഇനിയിപ്പോ പ്രീവിയസ് പാട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുവെക്കോ. ഞാൻ പോകുന്നു. ബൈ ബൈ. ഇരുത്തി വലിച്ചോട്. ആ ഇനി ഇപ്പുറത്ത് ഇരുത്തി വലി. അത് കുഴപ്പമില്ല, വീണ്ടും വലി. ഇപ്പുറം ഒരു വലി. എങ്ങനെയുണ്ട് സാധനം? ചിക്കായ? ഇനി ഇത് വലിച്ചോ.